ഹായ് ഓൾ, ആർട്ട് ക്യാം വീഡിയോ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്, 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവറാണ്, ഒരു വുഡൻ ഫ്ലവർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ, എന്നാൽ ഒന്നോ രണ്ടോ ടൂളുകൾ കൂടെ എക്സ്ട്രാ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 2D റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇനി മുന്നോട്ട് പോകും തോറും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, കാരണം അതിലത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 3D എന്ന് പറയുന്നത് എത്ര പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നല്ലതാണ്. അതുകൊണ്ട് 3Dയുടെ ഭാഗങ്ങളാണ് നമ്മളിവിടെ കൂടുതലും ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫയലിൽ വന്നതിന് ശേഷം മോഡൽ ഫ്രം ഇമേജ് എന്നുള്ളത് എടുത്തതിന് ശേഷം ഇവിടെ ഓൾറെഡി ഞാനൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ക്ലിയർ അല്ലാത്ത ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് പോലെ നമ്മുടെ ഒരു മോഡൽ സ്പേസ് വരും. അതിന് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് ക്ലീനായി പോകുന്നതായിരിക്കും. അതിനുശേഷം 2D വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ആ ഒരു ഇമേജ് നമുക്കിവിടെ വിസിബിളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്നുള്ള രീതിക്ക് കണക്കാക്കിക്കൊണ്ടൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. സർക്കിൾ ടൂൾ എടുത്തൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന്, ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഈ സെൻറ്റർ പോയിൻറ്റിലേക്ക് വരുമ്പോൾ ഈ മൗസ് പോയിൻ്റർ ചെറിയൊരു ഇതാണ്, അതിൻ്റെ ഷേപ്പ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ടാർഗറ്റ് പോയിൻ്റ് പോലെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം അത് സെൻറ്റർ പോയിൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സ്നാപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്നാപ്പിങ് ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഹാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ലൈൻ ടൂൾ തന്നെ എടുത്തുകൊണ്ട് ഈ ഒരു മോഡലിൻ്റെ ഈ ഒരു ഹാഫ് ഭാഗം നമുക്ക് ഒരു വരയിട്ട് എടുക്കാം. അതിനുശേഷം എൻ പ്രസ് ചെയ്തുകൊണ്ട് നോഡ് എഡിറ്ററിലേക്ക് പോകുന്നു. അനാവശ്യമായി നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ആയേക്കുന്ന 2-3 നോഡുകളുണ്ട്. അതൊക്കെ ആദ്യം ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ നോഡ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ ഒരു നോഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന നോഡുകളെ നമുക്ക് സ്മൂത്ത് ചെയ്ത് നോക്കാം, എത്രത്തോളം നമ്മുടെ ഷേപ്പുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സ്മൂത്ത് ചെയ്യുകയാണ്. അപ്പം എല്ലാ നോഡുകളും സ്മൂത്ത് ചെയ്തു, കുഴപ്പമില്ലാതെ മാച്ച് ആവുന്നുണ്ട്. എന്നിരുന്നാലും ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മാക്സിമം മാച്ച് ചെയ്യിക്കാനെ കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആണ്, മാച്ചായിട്ടുണ്ട്. വെക്ടർ ടൂളുകൾ എപ്പോഴും നിങ്ങൾ ഇതുപോലെ വരച്ച് എന്തെങ്കിലും മോഡലാക്കാൻ അല്ലെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ കൂടി ട്രേസ് ചെയ്ത് വരച്ച് പഠിക്കുക. കാരണം അത്രത്തോളം വരച്ച് പഠിച്ച് അത് സ്മൂത്താക്കാൻ പഠിക്കുന്ന അത്രത്തോളം നമ്മുടെ മോഡൽ ചെയ്യാനുള്ള സ്പീഡും അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയും എല്ലാം കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ വെക്ടർ ടൂളുകൾ എപ്പോഴും വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഹാഫ് സൈഡിൽ നമ്മൾ ഈ ഒരു വരച്ച ഇതിനെ മറുവശത്തേക്ക് നമുക്ക് ഈ ലൈനിൻ്റെ മറുവശത്തേക്ക് നമുക്ക് മിറർ ചെയ്ത് വയ്ക്കാം. ഞാൻ മിറർ ടൂൾ എടുത്തു, ഈ ലൈൻ സെലക്ട് ചെയ്തു. ഇവിടെ കോപ്പി ചെയ്ത ഒറിജിനൽ ഒബ്ജക്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻ സെലക്റ്റഡ് ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ മറുഭാഗത്തേക്ക് അത് മിററായി വരുന്നതാണ്. അതിൻ്റെ ശേഷം അത് രണ്ടും സെലക്ട് ചെയ്ത് ജെ അടിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഭാഗം കുറച്ച് ഉള്ളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാനെ കൊണ്ട് എൻ പ്രസ് ചെയ്തുകൊണ്ട് അവിടുത്തെ നോഡിനെ ഒന്ന് സ്മൂത്താക്കിയതിന് ശേഷം കുറച്ചൊന്ന് പുറത്തേക്ക് അതിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് മാച്ചാവുന്നില്ല എന്ന് കരുതി ടെൻഷനൊന്നും വേണ്ട, കാരണം നമ്മൾ സിമെട്രിക്കലായിട്ടാണ് ഇതിനെ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡൽ ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് അത് വൃത്തിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ മാച്ച് ചെയ്ത് തന്നെ നിർത്തുന്നത്. ഈ ഭാഗം മാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ ഭാഗം മാച്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സിമെട്രിക്കലായിട്ടുള്ള
ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മുടെ ഒരു മോഡൽ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് ശീലിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഔട്ടർ ലൈൻ വരച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഞാനിവിടെ വെക്ടർ ടൂളിലേക്ക് വന്നതിന് ശേഷം ജോയിൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ജോയിൻ അല്ല, ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നതിന് ശേഷം അതിനുശേഷം വിത്ത് സ്മൂത്ത് കർവോ അല്ലെങ്കിൽ വിത്ത് നോഡെന്നോ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമുക്കതിനെ ഒന്ന് ക്ലോസ് ആക്കിയെടുക്കാം, വെക്ടറിനെ ക്ലോസ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇന്നർ സൈഡിൽ ഒരു പോർഷൻ ഉണ്ട്, അതും കൂടി ഞാനൊന്ന് വരച്ചെടുക്കാൻ പോവാണ്. അതിന് ആദ്യം വീണ്ടും ഇതെടുക്കുന്നു, വെക്ടർ ടൂൾ എടുക്കുന്നു അല്ലെങ്കിൽ ലൈൻ ടൂൾ എടുക്കുന്നു. അതിനുശേഷം മുന്നത്തെ പോലെ തന്നെ നോഡുകൾ ആഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. നോഡ് എഡിറ്ററിലേക്ക് പോകുന്നു. നോഡ് എഡിറ്ററിൽ പോയതിന് ശേഷം ഓരോരോ നോഡുകളായിട്ട് നമുക്ക് സ്മൂത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നോഡുകൾ ഇതിനകത്തുള്ളൂ. അത് സ്മൂത്ത് ചെയ്തു. ജസ്റ്റ് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വീണ്ടും മുന്നത്തെ പോലെ തന്നെ ഇതിനെ മറുവശത്തേക്ക് മിറർ ചെയ്ത് വയ്ക്കുകയാണ്. അതിന് ലൈനും ആദ്യം മിറർ ചെയ്യേണ്ട വെക്ടറും പിന്നെ ഏത് ലൈനിന് അനുപാതികമായിട്ടാണോ അതിനെ മിറർ ചെയ്യേണ്ടത് അതും സെലക്ട് ചെയ്തതിന് ശേഷം ഇനി സെലക്ടഡ് ലൈൻ കൊടുക്കുന്നു. ഇതും രണ്ട് ലൈനും തമ്മിൽ ജോയിൻ ചെയ്ത് വയ്ക്കാൻ പോകുകയാണ്. അത് രണ്ടും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ജെ അടിക്കുന്നു. ജെ അടിച്ചതിന് ശേഷം ജോയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇത് ഓൾറെഡി ഇവിടെ ജോയിനായിട്ട് നിൽക്കുന്നുണ്ട്. തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഇതൊരു ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്തത് 3D വ്യൂവിലേക്ക് പോകാം. 3D വ്യൂവിലേക്ക് പോയതിന് ശേഷം വ്യൂവിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു രണ്ട് വെക്ടറുകളിൽ ഫസ്റ്റ് വെക്ടർ ഔട്ടർ ലൈനിലുള്ള വെക്ടറിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വരുന്ന ഷേപ്പ് എഡിറ്റർ ടൂളിലേക്കാണ്. ഷേപ്പ് എഡിറ്റർ ടൂളിൽ റൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബൾജി ആയിട്ടുള്ളൊരു ഷേപ്പിലേക്ക് മാറും. ഇവിടെ ഞാൻ ബേസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഹൈറ്റായിട്ട് 1.2 കൊടുക്കുന്നുണ്ട്. 1.2 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കുറച്ചൊന്ന് മുകളിലേക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയതിന് ശേഷം ഒരു 59 ഡിഗ്രിയോളം കൂട്ടിയതിന് ശേഷം ഓക്കെ, ബാക്ക് സൈഡിലുള്ള ഷേപ്പൊക്കെ ഓക്കെയാണ്. അപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം അതേപോലെ തന്നെ ഇൻസൈഡ് വെക്ടർ സെലക്ട് ചെയ്യുന്നു. ഈ തവണ ഞാൻ ഷേപ്പ് എഡിറ്ററിൽ പോയതിന് ശേഷം റൗണ്ട് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു സ്ലൈഡറിനെ താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് രീതിക്ക് നിങ്ങൾക്കിത് ചെയ്യാം. സ്ലൈഡർ മുകളിലേക്ക് വെച്ചുകൊണ്ട് തന്നെ സബ്ട്രാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ ആഡിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു സ്ലൈഡറിനെ താഴേക്ക് വലിച്ചു കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിനെ പരമാവധി ഇതിനെ താഴേക്ക് വലിച്ചു കൊണ്ടുവന്ന് ആ ഒരു ഷേപ്പിനെ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഉള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഷേപ്പ്, ഇതുപോലത്തെ ഒരു ഷേപ്പൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഷേപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു ടോപ്പ് വ്യൂവിലേക്ക് പോകുന്നു. ഇനി അടുത്തതായിട്ടൊരു ടൂൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെയ്ഡ് റിലീഫ് എന്ന് പറയുന്ന ടൂളാണ്. അപ്പോൾ നമ്മൾ ഫെയ്ഡ് റിലീഫ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഫെയ്ഡ് റിലീഫ് എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് വൈറ്റ് ഡോട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതായത് പ്ലസ് എവിടെയാണോ ഈ ഒരു ഷേപ്പിൽ ഉയർന്ന ഭാഗം ഉണ്ടാവേണ്ടത് അവിടെ ഒരു വൈറ്റ് ഡോട്ടും താഴ്ന്ന ഭാഗം എവിടെയാണോ ഉണ്ടാകേണ്ടത് അവിടെ ഒരു വൈറ്റ് ഡോട്ടും ഉണ്ടായിരിക്കും. എനിക്ക് പക്ഷേ ഇവിടെ ആണ് ഉയർന്ന ഭാഗം വേണ്ടത്. അതിനാൽ തന്നെ ഈ ഉയർന്ന ഭാഗത്തിരിക്കേണ്ട വൈറ്റ് ഡോട്ടിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ താഴ്ന്ന ഭാഗത്തിരിക്കേണ്ട വൈറ്റ് ഡോട്ടിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, ഇത്തരത്തിൽ
ഈ ഭാഗം ഉയർന്നതും ഈ ഭാഗം താഴ്ന്നതുമായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ 3D വ്യൂവിൽ പോയി നോക്കിയാലും കുറച്ച് ഇങ്ങോട്ട് ഈ താഴ്ന്നു വന്നിരിക്കുന്ന രീതിക്കാണ് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിരിക്കുന്ന രീതിക്കാണ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഞാൻ കുറച്ചൊന്ന് താഴ്ന്ന് നിൽക്കത്തക്ക രീതിക്കാണ് വയ്ക്കുന്നത്. കുറച്ചും കൂടെ ബാക്കിലോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, എനിക്ക് ഈ ഒരു ഷേപ്പ് ഓക്കെയാണ്. അപ്പോൾ ഞാൻ അപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഞാനൊന്ന് വെക്ടർ ഓഫ് ആക്കിയിട്ട് നോക്കുകയാണ് ഇതെങ്ങനെയുണ്ട്, ഷേപ്പ് എങ്ങനെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നറിയാൻ കൊണ്ട്. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു കുഴിവൊക്കെ ആയിട്ടുള്ളൊരു ഭാഗം ഇങ്ങനെയുണ്ട്. കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ ഉയർന്നു വന്നൊരു കുഴി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നൊരു ഭാഗമുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെക്ടർ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഓഫ്സെറ്റ് അല്ല, ഇത് Ctrl+C അടിച്ച് Ctrl+V അടിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു വെക്ടറിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കുന്നു. ഇവിടേക്ക് ആ വെക്ടറിനെ കോപ്പി ചെയ്ത് വയ്ക്കുന്നു. ഇനി ഞാൻ ഈ വെക്ടറുകളെ രണ്ടിനെ സെലക്ട് ചെയ്തുകൊണ്ട് മറുവശത്തേക്ക് അതിൻ്റെ മിറർ ഒരു കോപ്പി സെലക്ട് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു ലൈൻ ക്രിയേറ്റായി. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ഷേപ്പിലേക്ക് ഒരു ക്രോസ് സെക്ഷൻ വരച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ ലൈൻ ടൂൾ ഉപയോഗിക്കുന്നു. ലൈൻ ടൂൾ ഉപയോഗിച്ച് ആ ഒരു ക്രോസ് സെക്ഷൻ വരച്ചെടുക്കുകയാണ്. ഒരുപാട് ഇവിടെ ഒരു ഡെപ്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം നോഡ് എഡിറ്ററിലേക്ക് പോയി അതിനെ ഒന്ന് സ്മൂത്താക്കി എടുക്കുകയാണ്. നോക്കാം അതെങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പെർഫെക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ മറുവശത്തേക്ക് ഇത് മിറർ ചെയ്ത് വയ്ക്കാം. മിറർ ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് വെക്ടറും കൂടി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തു. അതിനുശേഷം നോഡ് എഡിറ്ററിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുന്നു, ഒന്ന് കറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം, നമ്മൾ ഇപ്പം ഒരു റിലീഫ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത റിലീഫ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം, ലെയറിൽ നിന്നുകൊണ്ട് വേണം അത് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ട് റെയിലിനെയും രണ്ട് ലൈനെ സെലക്ട് ചെയ്യുന്നു, 2 റെയിൽ സ്വീപ്പ് എടുക്കുന്നു. അതിനുശേഷം ഒരു ക്രോസ് സെക്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, ആ ക്രോസ് സെക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഷേപ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് വെക്ടർ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. റിവേഴ്സ് വെക്ടർ ഇല്ല. ഓക്കെ, നമുക്കിവിടെ സബ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത്തവണ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മെർജ് ഹൈ എന്നുള്ള ഓപ്ഷൻ തന്നെ യൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് മെർജ് ഹൈ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ആഡ് സബ്ട്രാക്റ്റ് എന്നുള്ളിടത്ത് മെർജ് ഹൈ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പ് കുറച്ച് നടുക്കത്തെ ഭാഗമൊക്കെ കുറച്ച് ഓവറായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ആ ഒരു ഷേപ്പിനെ ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം.
ഇനി മറുവശത്തേക്കുള്ള ഹാഫ് പോർഷൻ കട്ട് ചെയ്യാനെ കൊണ്ട് വെക്ടറിലേക്ക് വന്നതിന് ശേഷം ട്രിം എന്ന ഓപ്ഷൻ എടുത്ത് ഈ ഒരു മറുവശം ട്രിം ചെയ്ത് കളയുന്നു. വീണ്ടും ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. ജോയിൻ ചെയ്യുന്നു. നമുക്കൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്തവണ 2 വെക്ടറുകളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് ഈ ഓപ്ഷൻസിൽ മാറ്റി കൊടുത്തുകൊണ്ട് ഓക്കെ ഈ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഇതിനെ ഓവർലാപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന രീതിക്കാണുള്ളത്. നമുക്ക് അത്തരത്തിൽ അല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്തുള്ള ഷേപ്പ് മാത്രം മതി. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ട് ഈ ഒരു വെക്ടർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, 0 ഔട്ട്സൈഡ് വെക്ടർ. ഔട്ട്സൈഡ് വെക്ടറിന് പുറത്തുള്ള ഭാഗമല്ലാതെ കട്ട് ചെയ്ത് കളയും. അതാണ് 0 ഔട്ട്സൈഡ് വെക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ മുന്നത്തെ പോലെ തന്നെ ഈ Z ഫെയ്ഡ് ടൂൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫെയ്ഡ് റിലീഫ് ടൂൾ എടുത്തുകൊണ്ട് വീണ്ടും അതേപോലെ തന്നെ ഈ കനം കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് വേണ്ടുന്ന ഇത് നമ്മൾ താഴ്ത്തി വയ്ക്കുകയും ഇവിടേക്ക് ഉള്ള പോർഷൻ കനം കൂടിയ ഭാഗത്തേക്കുള്ളത് ഉയർന്നു നിൽക്കത്തക്ക പോലെ നമ്മൾ ഈ ഒരു 2 വൈറ്റ് ഡോട്ടുകളെയും അലൈൻ ചെയ്യുന്നു. ഓക്കെ, ഏകദേശം ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. 100% പെർഫെക്റ്റ് അല്ല, കുറച്ചൊന്ന് ക്രോസ് സെക്ഷൻ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അതിൻ്റെ ഈ ഒരു ലീഫ് നമ്മൾ ഏകദേശം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഇത് അപ്ലൈ ചെയ്യുന്നു. ക്യാൻസൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെക്ടറുകളെല്ലാം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 ലെയറും ക്ലിക്ക് ചെയ്യുന്നു. 2 ലെയറും കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ റിലീഫ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം ഇത് ക്ലിപ്പാർട്ട് ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുകയാണ്. റിലീഫ് എക്സ്പോർട്ട് ടു ക്ലിപ്പാർട്ട് ലൈബ്രറി കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ അത് ക്ലിപ്പാർട്ട് ലൈബ്രറിയിലേക്ക് ആഡായിട്ടുണ്ട്. മുന്നേ ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കിയത് ഇവിടെ ഉണ്ട്, അത് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ഏതൊക്കെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ഓക്കെ, എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നേന്നുള്ള റിലീഫിലേക്ക് വന്നതിന് ശേഷം എക്സ്പോർട്ട് കൊടുത്തിട്ട് ടു റിലീഫ് ക്ലിപ്പാർട്ട് ലൈബ്രറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഞാൻ ഈ 2 ലെയറുകളെ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ക്ലിപ്പാർട്ട് ലൈബ്രറിയിലേക്ക് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ക്ലിപ്പാർട്ട് ലൈബ്രറിയിൽ നിന്ന് എനിക്കിനി ഇമ്പോർട്ട് ചെയ്തെടുക്കാവുന്നതുകൊണ്ട് ഞാനത് 2 ലെയറും ക്രിയേറ്റ് ചെയ്തൊരു മോഡലങ്ങ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ക്ലിപ്പാർട്ട് ലൈബ്രറിയിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്യുന്നു, ആക്സെപ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടേക്ക് അത് ആ ഒരു ഷേപ്പ് ഇവിടേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്മൂത്ത് എന്ന് പറയുന്ന ടൂൾ എടുത്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത് റേഡിയസ് ഒക്കെ ഒന്ന് കുറച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ ഒന്ന് മെർജായി നിൽക്കാനെ കൊണ്ട് ഈ ഒരു പോർഷനെ ഒന്ന് സ്മൂത്തായി കൊടുക്കും. അതൊന്ന് ബ്ലെൻഡായി, അതായത് ഇത് രണ്ടും 2 ഭാഗമായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഒന്ന് ബ്ലെൻഡായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒന്ന് നമുക്ക് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
പരമാവധി റേഡിയസൊക്കെ കുറച്ച് ചെയ്താൽ മതി. അപ്പം അത് കൂടുതൽ മോഡലിനെ അഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ സ്മൂത്ത് കുറച്ചും കൂടെ നമുക്ക് റേഡിയസ് കുറച്ചുകൊണ്ട് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇത്തരത്തിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി അത് റിലീഫ് കുക്കി കട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കുക്കി കട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനെ ഒരു മോഡലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ കുറച്ചും കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൂടെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുക്കി കട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ബ്ലോക്ക് ആൻഡ് റൊട്ടേറ്റ് കോപ്പി എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആരേ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു ഓപ്ഷനാണ്. അതെടുത്തതിന് ശേഷം റൊട്ടേറ്റ് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ഇവിടെ 360 ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് വേണ്ടുന്നത് 5 എണ്ണമാണ്. ഇവിടെ നോക്കി 5 ഇതളാണ് ഈ ഒരു ഫ്ലവറിനുള്ള. 1 2 3 4 5. അപ്പോൾ നമ്മളത് 5 തന്നെ കൊടുക്കുന്നു. അതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്യാനൊക്കെ റൊട്ടേറ്റ് സെൻറ്റർ. അപ്പോൾ നമ്മൾ ഈ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് വേണ്ടത്. നമ്മളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നോക്കി ആ ഒരു 5 ഇതളുകൾ റൊട്ടേറ്റായിട്ട് അവിടെ കിട്ടി. അപ്പോൾ നമ്മളിനി പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കി നമ്മൾ ഈ ഒരു ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഔട്ടർ ലെയർ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഔട്ടർ ലെയർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ തന്നെ ഒരു ഇന്നർ ലെയർ ഈ റൗണ്ട് ഭാഗമാണ് നമുക്കിനി ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിനെ സെൻറ്റർ പോയിൻ്റായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് വെക്ടർ ടൂൾ എടുക്കുന്നു, അല്ലെങ്കിൽ ലൈൻ ടൂൾ എടുക്കുന്നു. ലൈൻ ടൂൾ എടുത്തതിന് ശേഷം ഇത്തരത്തിൽ വെക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു സെൻറ്റർ ലൈനും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ മറുവശത്തേക്ക് കോപ്പി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു സെൻറ്റർ ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഓക്കെ, സെൻറ്റർ ലൈൻ വരച്ച് കൊടുക്കുന്നു. ഈ ആവശ്യമില്ലാത്ത വെക്ടറുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. വെക്ടർ ടൂളിലേക്ക് വന്നതിന് ശേഷം ട്രിം ഓപ്ഷൻ എടുത്ത് ഞാൻ ഈ എക്സസ് ആയിട്ടുള്ള ട്രിം ചെയ്ത് കളയുന്നു. അതിനുശേഷം ക്ലിക്ക് ചെയ്തുകൊണ്ട് നോഡ് എഡിറ്ററിലേക്ക് വരുന്നു. നോഡുകളെയൊക്കെ ഒന്ന് അഡീഷണൽ ആഡായിപ്പോയ നോഡുകളെയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സ്മൂത്ത് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇത് നമ്മൾ ഓരോ നോഡുകളായിട്ട് സ്മൂത്ത് ചെയ്തതിന് ശേഷം ഇത് സ്മൂത്ത് ചെയ്യാൻ നോക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ മുന്നത്തെ പോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് ഈ ലൈൻ സെൻറ്റർ ലൈനും ക്ലിക്ക് ചെയ്തതിന് ശേഷം മറുവശത്തേക്ക് മിറർ ചെയ്യുന്നു. തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഡ്രോ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ലൈൻ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ വരെ വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്മൂത്ത് ചെയ്യാം. ഇത് സ്മൂത്ത് ചെയ്തെടുക്കുന്നു. ഇത് ഓൾമോസ്റ്റ് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ലൈൻ വരയ്ക്കുന്ന കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ സ്മൂത്ത് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് പെർഫെക്റ്റായിട്ട് വരുന്നത്. നമ്മൾ ലൈൻ വരയ്ക്കാൻ ശീലിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ലൈൻ സ്മൂത്ത് ആക്കുമ്പോൾ തന്നെ ഒരു
പെർഫെക്റ്റ് ലൈനിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മുന്നത്തെ പോലെ തന്നെ ഇവിടെ കുറച്ചൊരു വെക്ടറിൻ്റെ ഒരു പോർഷൻ എക്സസ് ആയിട്ടുണ്ട്, അത് നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഓക്കെ, മുന്നത്തെ പോലെ തന്നെ ലൈനും ഇതും സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ മറുവശത്തേക്ക് അതിനെ കോപ്പി ചെയ്ത് വയ്ക്കുന്നു. രണ്ടിനും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം അടിച്ചുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് താഴേക്ക് താത്ത് വയ്ക്കും. ഓക്കെ, ഇനി ഇപ്പോൾ ഈ രണ്ട് വെക്ടറുകളും ക്ലോസ് അല്ല, അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ക്ലോസ് ഓപ്ഷനിലേക്ക് വരുന്നു, ഇത് സ്മൂത്ത് കർവ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെയും ക്ലോസ് ഓപ്ഷനിലേക്ക് വരുന്നു, വെക്ടർ ക്ലോസ് ഓപ്ഷനിലേക്ക് വരുന്നു, ഇത് സ്മൂത്ത് കർവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി നമുക്ക് മുന്നേ ചെയ്ത അതുപോലെ തന്നെ 3D മോഡലിലേക്ക് പോകുന്നു, ടോപ്പ് വ്യൂ എടുക്കുന്നു, ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് ആ ലെയറിൽ നിന്നുകൊണ്ട് നമ്മൾ ഷേപ്പ് എഡിറ്റർ എടുക്കുന്നു, റൗണ്ട് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. മുന്നേ നമ്മൾ കൊടുത്ത പോലെ തന്നെ ഒരു 1.2 സ്റ്റാർട്ട് ഹൈറ്റ് കൊടുക്കുന്നു. സ്റ്റാർട്ട് ഹൈറ്റ് കൊടുത്തതിന് ശേഷം ഇത് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇൻസൈഡിലേക്ക് ആ ഒരു ഷേപ്പിനെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട, ഇത് നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ വന്നുകൊണ്ട് ഇത് നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇൻസൈഡ് ആ ഒരു ഷേപ്പ് കയറി വന്നിട്ടുണ്ടല്ലേ, നമുക്ക് കുറച്ചൊന്ന് അത്രയും ഡീപ്പിലേക്ക് പോകണ്ട, നമുക്ക് ഡെപ്ത് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഡെപ്ത് ഒന്ന് കുറച്ചിട്ട് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, ഷേപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നത്തെ പോലെ തന്നെ ആ ഒരു റിലീഫ് ഫെയ്ഡ് ടൂൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫെയ്ഡ്നെസ് നമ്മളൊന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫെയ്ഡ്നെസ്സും നമുക്ക് കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫെയ്ഡായി കിട്ടിയ പോലെ ഓക്കെ ആയിട്ടുണ്ട്. അതും കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റ്, അത് പ്രശ്നമില്ല, നമുക്ക് ഇവിടെ അല്ലാതെ ലെയറിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഹൈറ്റ് ഓക്കെയാണ്. ഇപ്പം ഇനി നമുക്ക് ഈ ഒരു റിലീഫ് ലെയറിനെ മുന്നത്തെ പോലെ തന്നെ രണ്ട് സൈഡിൽ രണ്ട് ലൈൻ ഇട്ടതിന് ശേഷം ഒരു ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ട് ഈ ലൈനെ തന്നെ കൺട്രോൾ V അടിക്കുന്നു, T അടിച്ചുകൊണ്ട് ഇതിനെ ഈ സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നു. അതിനെ മറുവശത്തേക്ക് ഒരു കോപ്പി എടുത്ത് വയ്ക്കുന്നു. ക്രോസ് സെക്ഷൻ നമുക്ക് ഇത് തന്നെ മതിയാവും. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്യുന്നു, 2 റെയിൽ സ്വീപ്പ് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം ആഡ് ക്രോസ് സെക്ഷനിൽ ഞാൻ ഈ ഒരു ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയൊരു ലെയർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം, അത് മറന്നുപോയി. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു 2 റെയിൽ സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യാം. 2 റെയിൽ സ്വീപ്പ് കൊടുക്കുന്നു, ആഡ് ക്രോസ് സെക്ഷനിലേക്ക് വന്ന് ആഡ് ക്രോസ് സെക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കുന്നു. ഇവിടെ നമ്മൾ സബ്ട്രാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട്
ഇത് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഇന്നർ സൈഡിലെ വെക്ടർ ക്ലിക്ക് ചെയ്തുകൊണ്ട് 0 ഔട്ട്സൈഡ് വെക്ടർ ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഔട്ട് സൈഡിലുള്ള പോർഷൻസൊക്കെ ഓക്കെ. നമുക്ക് ഇവിടെ ആദ്യം ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇന്നർ സൈഡിൽ അത് ഇവിടെ നമ്മൾ മർജ് ഹൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടായിരുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻസൈഡ് വെക്ടർ 0 ഔട്ട്സൈഡ് വെക്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്സൈഡ് പോർഷൻസ് എല്ലാം 0 ആയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫേഡ് റിലീഫ് എടുത്തതിന് ശേഷം ഈ 2 പോയിന്റുകളെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാനെ കൊണ്ട് ഓക്കെ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. അപ്പോൾ അതും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതും നമുക്ക് ക്രിയേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് ഈ 2 വെക്ടറുകളെയും കൂടി ഒന്ന് റിലീഫ് ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ 2 വെക്ടറിനെ സെലക്ട് ചെയ്തുകൊണ്ട് റിലീഫ് എക്സ്പോർട്ട് ടു റിലീഫ് ക്ലിപ്പാർട്ട് ലൈബ്രറി റിലീഫ് എക്സ്പോർട്ട് ടു റിലീഫ് ക്ലിപ്പാർട്ട് ലൈബ്രറി എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കാം. ഓക്കെ. ഓൾറെഡി ഇത് ആക്റ്റീവായിരിക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മൾ ടേൺ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം, ഈ ഒരു ലെയർ ടേൺ ഓഫ് ചെയ്തതിന് ശേഷം വേണം റിലീഫ് എക്സ്പോർട്ട് ടു റിലീഫ് ക്ലിപ്പാർട്ട് ലൈബ്രറി. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പോർഷൻ മാത്രമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന പോർഷൻ മാത്രമായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് 2 നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ 2 ലെയറും അതുപോലെ തന്നെ മുന്നത്തെ പോലെ നമുക്ക് ലെയറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ക്ലിപ്പാർട്ട് ലൈബ്രറിയിലേക്ക് അത് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അവിടെ നിന്ന് മുന്നത്തെ പോലെ തന്നെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിവിടെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന ഒരു 5 mm കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. 5 mm കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു 4 mm കൊടുക്കാം. ഓക്കെ, 4 mm ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് മുന്നത്തെ പോലെ തന്നെ നമുക്ക് എന്താണ് വേണ്ടത്, മിറർ ഇതിൻ്റെ ഇതെടുത്ത് വയ്ക്കണം, കോപ്പി എടുത്ത് വയ്ക്കണം റൊട്ടേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ആൻഡ് റൊട്ടേറ്റ് കോപ്പി എന്നുള്ള ഓപ്ഷന് വന്നതിന് ശേഷം റൊട്ടേറ്റ് കോപ്പി ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 5 നമ്പേഴ്സാണ് ഈ പീസും വേണ്ടുന്നത്. അപ്പോൾ ഈ 5 നമ്പർ വേണ്ടതുകൊണ്ട് നമ്മളിവിടെ നമ്പർ ഓഫ് ഒബ്ജക്റ്റിന് 5 കൊടുത്തേക്കുന്നത്. സെലക്ട് എന്നുള്ളത് എടുത്തതിന് ശേഷം ഈ സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കും. സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കും. ഓക്കെ. നമുക്കൊന്ന് ടോപ്പ് വ്യൂ ഒന്ന് നോക്കാം. ടോപ്പ് വ്യൂവിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു ഷേപ്പും നമുക്കിവിടെ 5 ഷേപ്പ് ക്രിയേറ്റായി കിട്ടി. നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നു. അതിന് ശേഷം ട്രാൻസ്ഫോം അടിച്ചുകൊണ്ട് ഈ മോഡൽ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതും അവിടെ പേസ്റ്റായി. പിന്നെ ഈ നടുക്ക് ഉള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ റൗണ്ട് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റൗണ്ടാണ്. ആ റൗണ്ടിനകത്തുള്ള ഭാഗങ്ങൾ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നിന്നുകൊണ്ട് ഈ 0 ഇൻസൈഡ് വെക്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അകത്തുള്ള ഒരു ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം അങ്ങ് പോയി കിട്ടും. അതിനുശേഷം നമുക്കിവിടെ ഒരു റൗണ്ട് ഷേപ്പ് എഡിറ്റർ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഷേപ്പ് എഡിറ്റർ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷേപ്പ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്ത് റൗണ്ട് ക്ലിക്ക് ചെയ്യുക. റൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു സ്റ്റാർട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 1 അല്ലെങ്കിൽ 0.8 0.8 ഓക്കെ 0.8 ഇതിനൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് പൊന്തിക്കത്തക്ക രീതിക്ക് കൊടുക്കുക. അപ്ലൈ കൊടുക്കുക, ക്യാൻസൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു വെക്ടറുകളെല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയ ഈ ഒരു ബബിൾ പോലത്തെ ആ ഒരു ഭാഗം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് സിമ്പിളാണ്. ഇതിനകത്ത് വെക്ടർ ആദ്യം ഓൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ റൗണ്ട് വെക്ടർ ഉണ്ടല്ലോ അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ടൂളുണ്ട്, ടെക്സ്ചർ റിലീഫ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരുമ്പോൾ സ്ഫിയർ, എലിപ്സ്, കോണ്, പിരമിഡ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്കിവിടെ വേണ്ടുന്ന ചെറിയ ബബിൾ പോലെയല്ലേ. അപ്പോൾ നമ്മൾ സ്ഫിയർ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈസ് എത്ര വേണം. 5 mm ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് 5 mm ഒന്നും വേണ്ട, ഒരു 1 mm അല്ലെങ്കിൽ 1.2 mm ഒക്കെ മതിയാവും. അതിനുശേഷം ഇസഡ് ഹൈറ്റ്, ടോപ്പിലേക്കുള്ള ഇസഡ് ആക്സിലേക്കുള്ള ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കൊരു 1 mm മതിയായിരിക്കും. പിന്നെ എത്ര പീസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ സെലക്റ്റഡ് വെക്ടർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കണം. അല്ലാതെ ഹോൾ ലെയർ അല്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ ആയിപ്പോവും. സെലക്റ്റഡ് വെക്ടർ ആകുമ്പോൾ നമുക്ക് ഈ വെക്ടറിനകത്ത് മാത്രമേ ക്രിയേറ്റ് ആകത്തുള്ളൂ. അപ്ലൈ കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ കണ്ടു, കുഴപ്പമില്ലാത്ത ഒരു ഷേപ്പിൽ നമുക്ക് അത് ക്രിയേറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് വെക്ടറുകളൊക്കെ ഒന്ന് ടേൺ ഓഫ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ഷേപ്പ് ഒക്കെ ഒത്ത് വന്നിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് അല്ല, എന്നിരുന്നാൽ കൂടി നമുക്ക് ഒരു ഇതുമായിട്ട് കിടപിടിച്ച് നിൽക്കുന്ന പോലൊക്കെ തന്നെയുള്ളൊരു ഷേപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രോസ് സെക്ഷനൊക്കെ ഒന്ന് വരച്ചതിനകത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പെർഫെക്റ്റായിട്ട് വന്നേനെ. അപ്പോൾ നിങ്ങൾ വരച്ച് പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ചെറിയ പോർഷനും കൂടെ നമുക്കിതിനകത്ത് വരയ്ക്കാനുണ്ട്. ഇതാണ്, ഈ ഭാഗമാണ്. നമുക്ക് അതും കൂടെ ഒന്ന് പെട്ടെന്ന് വരച്ച് തീർക്കാം. അപ്പോൾ ഞാനിവിടെ അതേപോലെ തന്നെ മുന്നത്തെ പോലെ തന്നെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂൾ എടുക്കുന്നു. ഏതാണ്? നമ്മുടെ വെക്ടർ ടൂൾ അല്ലെങ്കിൽ നമ്മുടെ ലൈൻ ടൂൾ എടുക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ആർക്ക് വരയ്ക്കുന്നു, ലൈൻ വരയ്ക്കുന്നു. ഇവിടെ നമുക്കിത് എൻഡ് ചെയ്യാം. ഇനി എൻ പ്രസ് ചെയ്തുകൊണ്ട് ആക്സസ് ആയിട്ടുള്ള നോഡുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് നമ്മൾ മുന്നത്തെ പോലെ തന്നെ സ്മൂത്ത് ആക്കുന്നു. ഇതൊന്ന് സ്മൂത്താക്കി കുറച്ചൊന്ന് പുറത്തേക്ക് ഷേപ്പ് ചെയ്ത് വയ്ക്കുന്നു. ഒരു ചെറിയൊരു കർവേച്ചർ വേണം അവിടെ. അതാണ് അതിൻ്റെ ഷേപ്പിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അല്ല, സ്ട്രേറ്റ് ഒരു പോയിൻ്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു കർവേച്ചർ, ഒരു ആർക്ക് പോലെ നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പുറത്തേക്ക് കുറച്ചൊന്ന് തള്ളി വെച്ചത്. അത് കുറച്ചൊന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇതിനെ മറുവശത്തേക്കൊരു മിറർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ 2 സെൻറ്റർ വെക്ടറും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ മറുവശത്തേക്ക് മിറർ ചെയ്തു. ഇവിടെ മിറർ ചെയ്ത സമയത്ത് ഇത് മാച്ചാവുന്നില്ല. കാരണം നമ്മൾ ഒന്നിനെ ഇങ്ങോട്ടും മിറർ ചെയ്തു, ഒന്നിനെ അങ്ങോട്ടും മിറർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൻ്റെ ഷേപ്പ് അനുസരിച്ച് വരയ്ക്കാം. ഇത്
നമ്മൾ ഈ ഒരു വെക്ടറിനെ ഒന്ന് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി ഇവിടെ മാച്ച് ചെയ്യിപ്പിക്കാം നമുക്ക്. ഓക്കെ, ഇതിനെ നമുക്ക് മറുവശത്തേക്ക് മറു ചെയ്ത് വയ്ക്കാം. ഇത് രണ്ടിലും ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓഫ്സെറ്റ് നമുക്ക് എടുക്കാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓഫ്സെറ്റ് എന്നുള്ളതിന് എന്നുള്ള ഇതടിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലൈനിൽ നിന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ്. ഇൻസൈഡിലേക്ക് ഓഫ്സെറ്റ് ക്രിയേറ്റ് ആവുന്നില്ലേ? ഓക്കെ, ചാമ്പർ ഷാർപ്പ് ഓപ്ഷൻ കൊടുത്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നോ പ്രോബ്ലം. നമുക്ക് ഔട്ട് സൈഡിലേക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഔട്ട് സൈഡിലേക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ വെക്ടറിനെ മൊത്തത്തിലൊന്ന് സൈസ് ചെറുതാക്കാം. സൈസ് ചെറുതാക്കി നമുക്കവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് 3D വ്യൂവിൽ നിന്ന് കുറച്ചും കൂടെ കറക്റ്റായിട്ട് ക്ലാരിറ്റി ഉള്ള വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇനി ഈ വെക്ടറുകളെ ക്ലോസ് ചെയ്യാം. വെക്ടർ ക്ലോസ് വിത്ത് സ്മൂത്ത് കർവ് കൊടുക്കാം. വെക്ടർ ക്ലോസ് വിത്ത് സ്മൂത്ത് കർവ്. ഓക്കെ, ഇനി വീണ്ടും ഷേപ്പ് എഡിറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പുതിയ ലെയറിൽ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഷേപ്പ് എഡിറ്ററിലേക്ക് പോവുക. ഫസ്റ്റ് ഷേപ്പ് ഈ റൗണ്ട് സെലക്ട് ചെയ്യുക. ഒരു 0.5 mm ഹൈറ്റ് കൊടുക്കാം നമുക്ക് അവിടെ. ഓക്കെ, മറിച്ച് കൈ തന്നെ ഇപ്പോൾ കൊടുക്കാം. മറിച്ച് കൈ കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ലൈ കൊടുക്കാം. അതിനുശേഷം ഇൻസൈഡ് ആ ഒരു വെക്ടറിനെ സെലക്ട് ചെയ്തിട്ട് അതിൽ ആടെന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അത് പരമാവധി താഴേക്ക് ഇങ്ങനെ നീക്കി വയ്ക്കാം. നീക്കി വെച്ചതിന് ശേഷം അതും അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്നതിന് ശേഷം മെർജ് ലോ എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ടോപ്പ് വ്യൂവിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നമ്മൾ വെക്ടറൊക്കെ ഡിലീറ്റ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഒരു പ്രോബ്ലം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് മുന്നത്തെ പോലെ തന്നെ റിലീഫ് എയ്ഡ് എടുത്തോട്ട് ഹൈറ്റ് വേണ്ടുന്ന ഭാഗം മുന്നിലും ഹൈറ്റ് കുറവ് വേണ്ടുന്ന ഭാഗം ബാക്കിലുമായിട്ടാണ് നമുക്ക് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടി.
ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് ഇതിനെ കുക്കി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ മുന്നത്തെ പോലെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത എല്ലാ സൈഡിലേക്കും ഇതിനെ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ റൊട്ടേറ്റ് കോപ്പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മളിവിടെ ആദ്യം വെക്ടർ എനേബിൾ ചെയ്ത് വെക്കണം, കാരണം നമ്മൾ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടാനെ കൊണ്ട്. പിന്നെ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഈ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അപ്പോൾ അത് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പേസ്റ്റ് കൊടുത്തുകൊണ്ട് ഇതിനെ അവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെക്ടർ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കി നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ട പോലെ ഇവിടെ ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട്, നമുക്ക് വരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ തൽക്കാലം ഇത്രേ ഇവിടെ നമ്മൾ ആ ക്രോസ് സെക്ഷൻ വരച്ച് ഈ ഒരു ഭാഗം ആഡ് ചെയ്ത പോലെ നമുക്ക് വരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അതും കൂടെ കാണിക്കാത്തത്. ഇത് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഭാഗം നമുക്ക് 2 ലൈനിട്ട് അതിനിടയ്ക്ക് ഒരു ക്രോസ് സെക്ഷൻ വരച്ചതിന് ശേഷം ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. സെയിം ഇവിടെ ചെയ്ത ഓപ്പറേഷൻ നിങ്ങളിവിടെ റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തു. നോക്കിയാൽ നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ട പോലെ തന്നെ ഉള്ളൊരു ഫ്ലവർ നമുക്ക് ഇവിടെ മേക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും